അയാൾ അങ്ങനെ രാധികയും ആരതിയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ രാധികനോട് ആരതി പറയുന്നുണ്ട്, എൻ്റെ ടീമിലുള്ള കുറച്ച് ആളുകളെയൊക്കെ ഞാൻ ഈ ചെറിയമ്മേനെ നഷ്ടപ്പെട്ട ആ സമയത്ത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇനി ഈ കേസിൻ്റെ പിറകെ തന്നെ ആയിരിക്കും. പോലീസിന് തുമ്പ് കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇതിലേക്ക് ഇറങ്ങുകയാണ്. എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് ഞാൻ നിൻ്റെ സ്വന്തം അമ്മനെ നിൻ്റെ മുന്നിലേക്ക് അങ്ങ് ഇട്ടു തരും. നിൻ്റെ അമ്മ ഇതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് ഈ ആരതി രാധികനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആരതി പറയുന്നത് കേട്ടിട്ട് രാധിക പറയുന്നുണ്ട്, ഞാൻ ആര് പറഞ്ഞാലും ഈ ആരതി വർമ്മ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസം തന്നെയാണ്. കാരണം എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരുപാട് വിഗ്രഹങ്ങളിലെ ഒരു നല്ലൊരു വിഗ്രഹം തന്നെയാണ് ഈ ആരതി എന്നൊക്കെ ഇങ്ങനെ അവളോട് പറയാണ്. അപ്പോൾ ഈ ആരതി പറയുന്നുണ്ട്, എടി നീ ഒരുപാട് മാറിയിരിക്കുന്നുണ്ട്. നീ പഴയ പോലെയുള്ള ആ ഒരു വീക്കായിട്ടുള്ള ഒരാളെ അല്ല. ഇപ്പോൾ നീ ഒരുപാട് സ്ട്രോങ് ആയി മാറിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇവളോട് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, പക്ഷേ ഞാൻ നടക്കുന്നത് കല്ലിലൂടെയും മുള്ളിലൂടെയാണ് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ പിന്നെ അറിയാതെ അങ്ങ് ചേഞ്ചായി പോയതാണ് എൻ്റെ ഈ സ്ട്രോങ്ങും എൻ്റെ ഈ കരുത്തും എല്ലാം ഞാൻ അറിയാതെ എൻ്റെ അടുത്തേക്ക് അങ്ങ് വന്നതാണ്. ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ തന്നെ നീങ്ങുന്നത് കൊണ്ടായിരിക്കും എൻ്റെ മൈൻഡും അതുപോലെ തന്നെ മാറിയത് എന്നുള്ള കാര്യം ഈ ആരതിനോട് രാധിക അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ രാധികക്ക് ഈ ഒരു മാറ്റം വന്നതിൽ ആരതിക്കും ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. അത്രയും മൈൻഡൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കി മാറ്റിയല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ അവളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പിന്നെ അവൾ പോകുകയാണ്. പിന്നെ ആണെങ്കിൽ നമ്മുടെ കണിമംഗലത്ത് ഉർവശിയും കൽപ്പനയും കൂടിയിട്ട് അവിടെ സോഫയിലിരുന്ന് ഭയങ്കര അവരുടെ ആ ഒരു സമയം ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഉർവശി അവൾക്കൊരു വളയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഗോൾഡിൻ്റെ ഒരു വളയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇത് ചന്ദ്രേട്ടൻ വാങ്ങി തന്നതാണ് എന്നൊക്കെ ഇങ്ങനെ ഇവൾ പറയാണ്. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, ഓ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവൾ ആ ഒരു വളനെ പറ്റി ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലുണ്ടാകും നമ്മുടെ പത്മ അവിടെ ഫ്ലോറൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു ജോലിക്കാരിയായിട്ടാണ് ഇപ്പോൾ അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്ഷീണവും എല്ലാം ഈ പത്മിനിയുടെ മുഖത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്ന് തുടക്കുകയാണ്. അപ്പോൾ ഈ ഒരു തുടക്കുന്നത് കാണുന്ന സമയത്ത് ഉർവശിയും കൽപ്പനയും കൂടിയിട്ട് അവരെ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, അതേ ഇടത്തി മെല്ലെ തുടച്ചാൽ പോരാ, നന്നായിട്ട് അമർത്തി തുടക്കണം, നല്ല ക്ലീൻ ആയിരിക്കണം, ഫ്ലോറിൽ നന്നായിട്ട് തട്ടണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കൽപ്പിക്കുകയാണ്. അപ്പോൾ പത്മിനി അതൊക്കെ ഓക്കെ പറഞ്ഞ് അങ്ങനെ തുടക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടിട്ടാണ് എന്തായാലും നമ്മുടെ സൂര്യ അങ്ങ് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ സൂര്യ ഇറങ്ങി വരുന്ന സമയത്ത് പത്മിനി ജോലികളൊക്കെ ചെയ്ത് ആകെ ക്ഷീണിച്ചിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അതെന്തായാലും അവനത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവന് പെട്ടെന്ന് തന്നെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ആ ഒരു ശീലം അങ്ങ് വാങ്ങുകയാണ്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ തുടക്കുന്നത്, ആരാ അമ്മനോട് ഇങ്ങനെ തുടക്കാനൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ കിടന്ന് അങ്ങ് ഷൗട്ട് ചെയ്യണേ. എൻ്റെ അമ്മ ഈ വീട്ടിൽ ഇങ്ങനെ തുടക്കമൊന്നും വേണ്ട, ഇതിനൊന്നും ഇവിടെ വേറെ ആളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കണ്ടിട്ട് ഈ ഉർവശിയും കൽപ്പനയും കൂടിയിട്ട് പെട്ടെന്ന് അങ്ങ് അവിടെ നിന്ന് ഇരുന്നിടത്ത് നിന്ന് അങ്ങ് എണീക്കാണ്. അപ്പോൾ ഈ നേരെ സൂര്യ വന്നിട്ട് ഈ കൽപ്പനയോട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. അല്ല കൽപ്പന, നീ അമ്മ ഈ ജോലി ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ല, നീ എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നത്, നിനക്കത് വാങ്ങി ചെയ്തൂടെ എന്നൊക്കെ ഇങ്ങനെ ഇവൻ അവളോട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് ഉർവശി പറയുന്നുണ്ട്, അവളോട് ചെയ്യണ്ട എന്ന് പറഞ്ഞത് ഞാനാണ്, പിന്നെ പത്മിനിയോട് ജോലി ചെയ്യാൻ പറഞ്ഞത് ഞാനാണ്, അത് ചന്ദ്രശേഖരൻ്റെ ആജ്ഞയാണ്, അത് ചന്ദ്രശേഖരൻ്റെ കൽപ്പനയാണ്, അതുകൊണ്ട് ചന്ദ്രേട്ടൻ പറഞ്ഞത് മാത്രം ഇവിടെ കേട്ടാൽ മതി, അവർ തന്നെ ജോലി ചെയ്യട്ടെ എന്ന് അങ്ങനെ ഈ ഉർവശി അങ്ങ് കയർത്തങ്ങ് സംസാരിക്കണം. അത് കേൾക്കുമ്പോൾ പിന്നെ സൂര്യക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ അമ്മ ഇവിടെ ജോലി ചെയ്യാനല്ല, എൻ്റെ അമ്മനെ ഇങ്ങനെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് എനിക്ക് എന്തായാലും സഹിക്കാൻ കഴിയില്ല, അതുകൊണ്ട് എൻ്റെ അമ്മ ഇവിടെ ജോലി ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ പത്മിനിയുടെ കയ്യിൽ നിന്നുള്ള ആ ഒരു ശീല എടുത്തിട്ട് ദൂരെ അങ്ങ് വലിച്ചെറിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഈ ഉർവശി ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് ചന്ദ്രശേഖരൻ്റെ വീട്ടാണ്, ചന്ദ്രേട്ടൻ്റെ ആണ് ഇപ്പോൾ ഈ വീട്, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവിടെ അനുസരിച്ച് നിന്നാൽ മതി, ഞാനാണ് ഇവിടുത്തെ എല്ലാ അധികാരങ്ങളും നോക്കുന്നത്, ഇവിടെ ജോലി ചെയ്യാൻ പത്നിനോട്, അതുകൊണ്ട് എൻ്റെ വാക്കും കൂടി ഇവിടെ അനുസരിക്കുന്നവർക്ക് ഇവിടെ നിന്നാൽ മതി എന്നുള്ളൊരു കാര്യം അങ്ങനെ പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ വീണ്ടും ഈ സൂര്യക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ഉർവശി പറയുന്നുണ്ട്, ഞാനിവിടെ ജോലി ചെയ്യാൻ പറഞ്ഞതെല്ലാം ഇവിടെ അനുസരിക്കാൻ വേണ്ടി നിന്നവർ മാത്രം ഇവിടെ നിന്ന് പോയാൽ മതി, അതും ഈ കണിമംഗലം ഉർവശിയാണ് പറയുന്നത് എന്നുള്ള ആ ഒരു കാര്യം അങ്ങ് പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട്, എന്താ നിങ്ങൾ പറഞ്ഞത്, കണിമംഗലം ഉർവശിയാണ്, അതവിടുന്ന് ആ ഒരു പേര് നിങ്ങളുടെ കൂടെ കിട്ടിയത്, നിങ്ങളുടെ പേരിൻ്റെ കൂടെ എന്തിനാണ് ആ പേര് ചേർത്തത് എന്നുള്ള ആ ഒരു കാര്യം ഇവനങ്ങ് ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ പിന്നെ ഉർവശി തിരിച്ചും പറയുന്നുണ്ട്, ഈ വീട് കണിമംഗലം ചന്ദ്രശേഖരൻ്റെതാണ്, അപ്പോൾ ചന്ദ്രശേഖരനാണ് എനിക്ക് ആ ഒരു കാര്യം വീടി തന്നത്, അതുകൊണ്ട് ഇനി മുതൽ ഇത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഇതൊക്കെ സഹിച്ച് നിൽക്കാൻ കഴിയുമെങ്കിൽ നിന്നാൽ മതി, ആരും ഇവിടെ പിടിച്ച് നിർത്തുന്നൊന്നുമില്ല എന്നൊക്കെ പറയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ വാഗടി കൽപ്പന എന്നൊക്കെ പറഞ്ഞിട്ട് കൽപ്പനേനെ പിടിച്ച് അങ്ങ് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ സൂര്യക്കാണെങ്കിൽ ദേഷ്യമൊക്കെ ഉണ്ട്, കൽപ്പനയോടും ദേഷ്യമുണ്ട്, കാരണം കൽപ്പന ഈ ശത്രുക്കളുടെ ഭാഗത്താണ് നിൽക്കുന്നത്. അതാണെങ്കിൽ സൂര്യ പറയുന്നുണ്ട്, നീ ഇപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും ഇവിടെ കഷ്ടപ്പെടുന്നതൊക്കെ കണ്ടിട്ട് മനസ്സിൽ നല്ല സുഖിക്കുന്നുണ്ട് എന്നൊക്കെ
എന്നൊക്കെ എനിക്കറിയാം, അതൊന്നും മനസ്സിലാക്കാത്ത ഒരു ബുദ്ധിയൊന്നും അല്ല എനിക്ക് എന്നൊക്കെ ഇങ്ങനെ കൽപ്പനയോട് പറയുന്നൊക്കെ ഉണ്ട്. പക്ഷെ കൽപ്പന അതൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അവർ രണ്ടുപേരും എന്തായാലും അവിടെ നിന്ന് അങ്ങ് പോയി ഇരിക്കണേ. അപ്പോൾ ഈ പത്മിനോട് ഈ സൂര്യ പറയുന്നുണ്ട്, അമ്മേ വാ, മുത്തശ്ശിനി അച്ഛനൊക്കെ വിളിച്ചോ, നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിൽക്കണ്ട, ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് ഇവിടെ ജീവിക്കണ്ട, വാ നമുക്ക് പോകാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പത്മിനിനെ കൈ പിടിച്ച് അങ്ങ് പോകാൻ പറയാണ്. അപ്പോൾ ഈ പത്മിനി മകനെ ഒന്ന് അവിടെ നിൽക്ക്, നിനക്ക് സന്തോഷം ഉണ്ടാകുമോ, അല്ലെങ്കിൽ നിനക്ക് തോന്നുന്നുണ്ടോ അച്ഛനും ഈ മുത്തശ്ശിനൊക്കെ ഈ വീട്ടിൽ നിന്ന് അങ്ങ് ഇറക്കി വിട്ട് നമ്മൾ വേറെ അങ്ങോട്ടെങ്കിലുമൊക്കെ പോയാൽ അച്ഛന് സമാധാനമായിട്ട് ജീവിക്കുന്നു, അച്ഛനെ പിന്നെ ജീവിച്ചിരിക്കുന്നത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉറപ്പുണ്ടോ, അച്ഛൻ പിന്നെ ഒരിക്കലും ജീവിച്ചിരിക്കില്ല, അത് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് പത്മിനി ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടെ ഇമോഷണലായി അങ്ങ് സംസാരിക്കാൻ. അപ്പം പത്മിനി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ്, ഇത്രയും കഷ്ടപ്പാടൊക്കെ സഹിക്കാനൊക്കെ ഞാൻ തയ്യാറാണ്, അതെല്ലാം എൻ്റെ മക്കൾ ഒരു നേരത്തെ രക്ഷപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്, അതുകൊണ്ട് ഈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടേ അല്ല, അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം നീ ചിന്തിക്കേ വേണ്ട, നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് വരെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ അച്ഛൻ ഒരിക്കലും ജീവിച്ചിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കണിമംഗലം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ്റെ കഷ്ടപ്പാടാണ്, നമ്മുടെ അച്ഛൻ ഉണ്ടാക്കി എടുത്തതാണ്. അപ്പോൾ ആ ഒരു വീട് നഷ്ടപ്പെട്ടാൽ ഒരിക്കലും നമ്മുടെ അച്ഛന് പിന്നെ ജീവിച്ചിരിക്കില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ളൊരു കാര്യം തന്നെ പത്മിനി സൂര്യനോട് പറയുകയാണ്. പിന്നെ സൂര്യ അതെന്തായാലും അത് ശരി വെക്കുകയാണ്, ശരിയാണ് അച്ഛനൊരിക്കലും പിന്നെ ജീവിച്ചിരിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഇവിടെ തന്നെ സഹിച്ച് മുന്നോട്ട് പോകാം, പക്ഷേ എനിക്കൊന്നും പറയാനും എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ പത്മിനി പറയുന്നുണ്ട്, മോനെ ഇനി നീ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇവിടെ ഒരു ആശ്വാസത്തിന്, നീ എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ച് കഴിഞ്ഞാൽ അവർ നിന്നെയും പുറത്താക്കും, അതുകൊണ്ട് അതും കൂടി ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, നീ ഒന്നും പറയാതെ മിണ്ടാതെ ഇരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ ഈ പത്മിനി സൂര്യക്ക് വാണിയും കൊടുക്കണം. പക്ഷേ സൂര്യ പറയുന്നുണ്ട്, എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു നിന്നാൽ ഇങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ അങ്ങനെ നിരാശനായി അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നെ ആണെങ്കിൽ ആറ്റുവാശ്ശേരിയിൽ നമ്മുടെ ദേവനും യശോദയും വരുണും അതുപോലെ തന്നെ ഈ രാധികയും കൂടിയിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. ആ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ രാധിക ഇവരോട് പറയുന്നുണ്ട്, അച്ഛാ അമ്മേ വരുൺ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അത് പിന്നെ എനിക്ക് ചെറിയൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട്, അത് പക്ഷേ നിങ്ങൾ 3 പേർക്കും സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, ഒരാളുടെ സമ്മതം ഇല്ലാതെ ഞാൻ ഈ പണിക്കൊന്നും ഇറങ്ങില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ യശോദ പറയുന്നുണ്ട്, എൻ്റെ മോളെ നീ മുഖവരില്ലാത്ത കാര്യം പറയണേ, എന്താണ് കാര്യം എന്ന് പറയാം, ഞങ്ങളൊന്ന് കേൾക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ഇവളോട് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, അത് പിന്നെ ഞാനൊന്ന് പുറത്ത് പോയപ്പോൾ ഒരു ചേച്ചി എന്നോട് ചോദിച്ചു അവരുടെ 2 മക്കളെയും സംഗീതം പഠിപ്പിക്കുമെന്ന്. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചു, ഞാനൊരു സംഗീത ക്ലാസ് ഇവിടെ തുടങ്ങിയാലോ, 2 പേര് ഇവിടെ വന്നാൽ ബാക്കിയുള്ളവരും കൂടി അറിഞ്ഞിട്ട് അവരും കൂടി വന്നോളും, ആ ക്ലാസ്സിൽ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് അത് നമുക്കൊരു സഹായമല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം തുടങ്ങിയിടുന്നത് ഒരു നല്ലതിനല്ലേ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതം ഉണ്ടെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ ഇങ്ങനെ ഇവളും പറയാണ്. അപ്പോൾ അച്ഛനും യശോദയും കൂടി അവൾക്ക് അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പിന്നെ എന്താ, മ്യൂസിക് എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെ അല്ലേ, അത് പഠിപ്പിക്കുന്നത് ഒരു കാര്യം തന്നെ, ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഈ മ്യൂസിക്കും ഡാൻസൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്, അതുകൊണ്ട് ആളുകൾ കിട്ടാനൊന്നും ഒരു പണിയും ഉണ്ടാവില്ല, പിന്നെ അത് മനസ്സറിഞ്ഞ് പഠിക്കാൻ വേണ്ടി വരുന്നവരും ഉണ്ട്, എന്തായാലും നീ എന്തായാലും തുടങ്ങും, ഞങ്ങൾ 2 പേരും എന്തായാലും നല്ല സപ്പോർട്ടാണ് നിനക്ക്, നീ തുടങ്ങിക്കോ, ആളുകളൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കൂടി വന്നോളും, അത് ഒരു ചെറിയൊരു കാര്യം തന്നെ അല്ലേ, അതൊക്കെ ഒരു നല്ലത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ഈ ദേവനും അവളോട് അങ്ങ് പറയുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ രാധിക നേരെ വരുണിനോട് അങ്ങ് ചോദിക്കുന്നുണ്ട്, വരുണിൻ്റെ അഭിപ്രായം എന്താണ്, വരുണിനെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാനത് അതുപോലെ തന്നെ അങ്ങ് മൂടി വെക്കുകയാണ്, എനിക്ക് അങ്ങനെ ചെയ്യേണ്ട, വരുണിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എനിക്ക് ചെയ്യേണ്ട എന്നൊക്കെ അങ്ങനെ അവനോട് അങ്ങ് പറയുന്നുണ്ട്. അവൻ വരുണ് പറയുന്നുണ്ട്, രാധികയെ നീ ഇപ്പം തീരുമാനിച്ച കാര്യം എന്ന് പറഞ്ഞത് ഇവിടെ ഒരു മ്യൂസിക് തുടങ്ങുക എന്നുള്ളത് സാമ്പത്തികമായിട്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള ഒരു ചെറിയൊരു വഴിയായിട്ടല്ലേ നീ അത് കണ്ടത്, പക്ഷേ എനിക്കങ്ങനെയല്ല, നീ അത് തുടങ്ങിക്കോ, കാരണം നിനക്ക് നിൻ്റെ അമ്മ ഒരു കഴിവ് കിട്ടിയിട്ടുണ്ട്, ആ കഴിവ് എന്തായാലും അങ്ങനെ മണ്ണടിഞ്ഞ് പോകാൻ പറ്റില്ല, നിൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിന്നെ വലിയൊരു പാട്ടുകാരിയാക്കുക എന്നുള്ളത്, അപ്പോൾ നീ അത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ ഒരു ഉയരങ്ങളിൽ എത്തിക്കാൻ കഴിയുള്ളൂ, അതുകൊണ്ട് തന്നെ നീ ഈ ഒരു മ്യൂസിക് ക്ലാസ് തുടങ്ങിക്കോ, നിൻ്റെ ഒരു കഴിവ് നീ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് അതും കൂടി നിൻ്റേതും കൂടി ഒന്ന് ഇമ്പ്രൂവ് ആയിക്കോളും, അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള യാതൊരു എതിർപ്പുമില്ല, ഞാൻ നിന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ രാധിക പറഞ്ഞിട്ട്, എന്തായാലും 3 പേരും സപ്പോർട്ട് ചെയ്ത് തിരിക്ക്, നമുക്ക് ഈ കാര്യം അങ്ങ് ഫിക്സ് ചെയ്യാം, നമുക്ക് അങ്ങനെ ഈ ഒരു മ്യൂസിക് ക്ലാസ് തന്നെ ഇവിടെ തുടങ്ങാം എന്നൊക്കെ അവർ തീരുമാനിക്കുകയാണ്. പിന്നെ നമ്മൾ ഒരുപാട് കാലമായിട്ട് കാണാത്ത 2 പേരാണ് നമ്മുടെ സുകുമാരമുത്തശ്ശിയും പ്രിയങ്കയും അവരവരുടെ ഓഫീസിൽ അങ്ങ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ ശരത്ത് വന്നിട്ട് ഈ സുകുമാരമുത്തശ്ശിനോടും പ്രിയങ്കനോടും പറയുന്നുണ്ട്, അത് ഈ പ്രൊഡക്ഷൻ കൺട്രോളറും മാനേജറും വരുന്നുണ്ട്, അവരോട് നല്ല രീതിയിൽ അങ്ങ് ഡീൽ ചെയ്തേക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനങ്ങ് അവരെ വിളിക്കാൻ പോവാണ്. അപ്പോൾ ഈ സുകുമാരമുത്തശ്ശി പറയുന്നുണ്ട്, അല്ല മോളെ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഇവളോട് ചോദിക്കുമ്പോൾ ഇവൾ പറയുന്നുണ്ട്, അവരെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, പക്ഷെ അത് മുത്തശ്ശിക്ക് മനസ്സിലായതാണെങ്കിൽ യെസ് എന്ന് പറഞ്ഞാൽ മതി, മനസ്സിലായിട്ടില്ലെങ്കിൽ നോയും പറഞ്ഞാൽ മതി എന്നൊക്കെ പറയണേ. അപ്പോൾ ഈ സുകുമാരമുത്തശ്ശി പറയുന്നുണ്ട്,
ഓ അത്രയേ ഉള്ളൂ, അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഇത്രയും സിമ്പിളാണ്, അതൊക്കെ ഞാൻ ഏറ്റെൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നല്ല ഗെറ്റപ്പിൽ അങ്ങ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ശരത്താണെങ്കിൽ ആ രണ്ട് ആളുകളെയും കൊണ്ട് അങ്ങ് വന്ന് അവിടെ ഇരിക്കാൻ പറയാണ്. അപ്പോൾ ഇവരോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി, അല്ല നിങ്ങൾ രണ്ടുപേരും പേരെന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും പേര് പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടുപേരുടെ പേരിൻ്റെ ഒരു വാലായിട്ട് കഞ്ഞിക്കുഴി എന്നുള്ളൊരു പേര് കൂടി ഉണ്ടാകും. അപ്പോൾ അത് കേട്ടിട്ട് ഈ സുകുമാര മുത്തശ്ശിക്ക് അങ്ങ് ചിരി വരുന്നുണ്ട്. കഞ്ഞിക്കുഴിയോ, നീ എങ്ങാനും എന്നെ എടുത്ത് അങ്ങ് കുഴിയിൽ ഇടുകടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ അങ്ങ് തമാശയാക്കി അങ്ങ് ചിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ശരത്ത് പറയുന്നുണ്ട്, മുത്തശ്ശി ഇവരൊക്കെ വലിയ ഫേമസ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർസാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ. സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രിയങ്ക അറിയുന്നുണ്ട്, സൂപ്പർ സ്റ്റാറോ, ഏത് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ഇവളങ്ങ് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ ശരത്ത് അറിയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞാൽ ഇവരെയാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റായിട്ടുള്ള സിനിമയുടെ ഒക്കെ പിറകിലുള്ള പ്രൊഡക്ഷൻ കൺട്രോളറും മാനേജറുമാണിത്. അപ്പോൾ ഇവരുടെ എല്ലാ സിനിമകളും വിജയിച്ചിട്ടുണ്ട്. എന്തായാലും ഇവരോട് നമുക്ക് സംസാരിച്ച് കണ്ടീഷനൊക്കെ കേൾക്കി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്, അതെ ഞാൻ എന്തായാലും ഞങ്ങളുടെ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഷൂട്ടിംഗ് തുടങ്ങും. ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങളെല്ലാവരും ഇന്ന കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും ഈ ഉർവശിക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ വർക്കേഴ്സിനും അവരുടേതായിട്ടുള്ളൊരു ഫീൽഡ് വെവ്വേറെ ഉണ്ടായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി യെസ് 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 എന്നങ്ങ് പറയാൻ. പിന്നെ എല്ലാ വർക്കേഴ്സിനും അവരുടേതായിട്ടുള്ള സംഘടന ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഇയാൾ വീണ്ടും അങ്ങനെ ഈ സുകുമാര മുത്തശ്ശിനോട് പറയുമ്പോൾ സുകുമാര മുത്തശ്ശിക്ക് ആ കാര്യം മനസ്സിലാവുന്നില്ല. അപ്പോൾ സുകുമാര മുത്തശ്ശി പെട്ടെന്ന് തന്നെ നോ നോ എന്നങ്ങ് പറയാണ്. അപ്പോൾ പിന്നെ നേരെ നമ്മുടെ പ്രിയങ്ക ഇങ്ങനെ മുത്തശ്ശിനോട് അങ്ങ് യെസ് എന്ന് പറ മുത്തശ്ശി, യെസ് എന്ന് പറ എന്നൊക്കെ ഇങ്ങനെ അവളോട് അങ്ങ് മന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ ഈ സുകുമാര മുത്തശ്ശി യെസ് യെസ് എന്ന് അങ്ങനെ തിരിച്ചങ്ങ് പറയാണ്. അങ്ങനെ ഇവരങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവരോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സുകുമാര മുത്തശ്ശി അതിനൊക്കെ യെസ്സും നോയും പറഞ്ഞ് അങ്ങനെ അങ്ങ് പോവുകയാണ്. പക്ഷേ അവസാനം സുകുമാരി മുത്തശ്ശി അവരോട് തിരിച്ച് അവരുടെ കണ്ടീഷനും കൂടി അങ്ങ് പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ആയിരിക്കും, ഞാനും എൻ്റെ പേരക്കുട്ടിയായിട്ടുള്ള പ്രിയങ്കയും കൂടി ആയിട്ടായിരിക്കും ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, ഞങ്ങളെ എല്ലാവരും അനുസരിക്കേണ്ടവരായിരിക്കണം എന്നങ്ങ് പറയണം. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളറിൽ അത് ഓക്കെയാണ് എന്നൊക്കെ അങ്ങനെ പറയണം. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എന്ന് പറയുന്നത് ഇവിടെ ഉള്ള സുഖ സൗകര്യത്തിൽ കൂടുതൽ വേറെ ആർക്കും ഉണ്ടാകാൻ പാടില്ല, ഇവിടെ ഒരുപാട് വലിയ സൂപ്പർ സ്റ്റാർസും നടിമാരും എല്ലാം വരും, അപ്പോൾ അവർക്കൊന്നും ഞങ്ങൾക്കുള്ള സുഖ സൗകര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, വലിയ റൂം, വലിയ ഫർണിച്ചേഴ്സ് അങ്ങനെയുള്ള യാതൊരു സൗകര്യങ്ങളും ഉള്ള ഒരു കാര്യങ്ങളും അവർക്കുണ്ടാകാൻ പാടില്ല, അതും ഞങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾക്കായിരിക്കണം ഏറ്റവും കൂടുതൽ സുഖ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാവേണ്ടത്, അതിന് കണ്ടീഷൻ ഓക്കെയാണോ എന്നൊക്കെ അങ്ങനെ ചോദിക്കണേ. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളറിൽ അതൊക്കെ ഓക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരുടെ കണ്ടീഷനും എല്ലാം ഓക്കെ ആക്കുകയാണ്. അപ്പോൾ പിന്നെ സുകുമാര മുത്തശ്ശി അറിയുന്നത് ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ പിന്നെ ഞങ്ങൾക്കും ഓക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ കൈ കൊടുത്ത് അങ്ങ് പിരിയുന്നുണ്ട്. ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം ശരത്തിനോട് ഈ സുകുമാര മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല ശരത്ത് എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു പെർഫോമൻസ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ ശരത്ത് ആദ്യം വലിയൊരു മെച്ചമില്ലാതെ ഇങ്ങനെ പറയുന്നത് കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ആ ഒരു റിപ്ലൈ പക്ഷേ സുകുമാര മുത്തശ്ശിക്ക് അത്രയ്ക്ക് അങ്ങ് പിടിച്ചിട്ടില്ല. കുഴപ്പമില്ല എന്നോ ബാക്കിക്ക് എന്താടാ എന്നൊക്കെ ഇങ്ങനെ ഇവനോട് അങ്ങ് ഷൗട്ട് ചെയ്യണേ. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് പെട്ടെന്ന്, അയ്യോ മുത്തശ്ശിൻ്റെ ഇത് അടിപൊളിയല്ലായിരുന്നു, എന്തൊരു അടിപൊളി പെർഫോമൻസ് ആണിത്, സൂപ്പറായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഇവൻ്റെ കാര്യം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങ് തള്ളി വിടുകയാണ്. അപ്പോൾ പിന്നെ സുകുമാര മുത്തശ്ശിക്ക് അങ്ങ് സന്തോഷം ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ ചന്ദ്രശേഖരൻ ഇങ്ങനെ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാറിലിങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ അയാളെ കാണാതെ ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് അവളുടെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് നമ്മുടെ ഈ സേറയുണ്ട്. അപ്പോൾ സേറ ഈ ചന്ദ്രശേഖരനെ കാണാൻ വിധം അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഫോണിലൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ സേറിനെ കണ്ടപ്പോൾ ഈ ചന്ദ്രശേഖരന് നേരെ ഈ സേറയുടെ അടുത്തേക്ക് അങ്ങ് വരുന്നുണ്ട്. ഹായ് സേറ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവൾ ഫോൺ വെച്ചിട്ട് ചന്ദ്രശേഖരൻ നീ എന്താ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഞാനൊരു മോഹനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു, പക്ഷേ ഞാൻ എത്തിയപ്പോഴേക്കും മോഹൻ ഇവിടുന്ന് പോയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സേറ പറയുന്നുണ്ട്, എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയാലോ, അവിടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കല്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കണേ. അപ്പോൾ ചന്ദ്രശേഖരൻ ആദ്യം ഒന്ന് മടിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അത് പിന്നെ വീട്ടിൽ വൈഫ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ നീ കാത്തിരിക്കുന്നുണ്ടാകും എന്നൊക്കെ അങ്ങനെ പറയണേ. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, വൈഫിൻ്റെ അടുത്ത് നിന്ന് എന്നും ഫുഡ് കഴിക്കുന്നതല്ലേ, ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ, നമുക്ക് ഫുഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചന്ദ്രശേഖരനെ കൊണ്ട് ആ റെസ്റ്റോറൻറ്റിലേക്ക് അങ്ങ് കയറുകയാണ്. അവർ ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഫുഡൊക്കെ അങ്ങനെ ഓർഡർ ചെയ്യുന്നുണ്ട്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ അവിടെ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സേറിനോട് ഇങ്ങനെ ഈ ചന്ദ്രശേഖരൻ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചന്ദ്രശേഖരൻ ചോദിക്കുന്നുണ്ട്, അല്ല സേറയുടെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യനൊന്നും ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, സേറയുടെ ഫാമിലി ഒന്നിനെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല, അപ്പോൾ എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് എന്നൊക്കെ സേറിനോട് പറയുന്നത്. അപ്പോൾ സേറ പറയുന്നുണ്ട്, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചു, നമ്മളിപ്പോൾ നല്ല ക്ലോസ് അല്ലേ, പിന്നെ എന്ന് പറയുന്നത് ഈ ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര മുഷിപ്പാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിന്നെയും കൂടി വിളിച്ചത്, അതുകൊണ്ട് താങ്ക്സ് എന്നൊക്കെ അങ്ങനെ ഇവനോട് ഇങ്ങനെ തിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അതൊക്കെ ഓക്കെ, പക്ഷേ സേറയുടെ ഫാമിലിയൊക്കെ എവിടെയാണ് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. പക്ഷേ ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ
സേറ ഒന്ന് പതറുന്നുണ്ട്. അപ്പോൾ സേറ പറയുന്നുണ്ട്, എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മുഷിപ്പാണെന്ന്. അതിൻ്റെ അർത്ഥം ഞാൻ ഒറ്റക്കാണ് ഇപ്പോൾ. എൻ്റെ കൂടെ ഇപ്പോൾ ആരുമില്ല. എനിക്ക് 23-ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞതാണ്. പക്ഷേ എന്നെ വിവാഹം കഴിച്ച ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂരനായിട്ടുള്ള ഒരാളായിരുന്നു. എല്ലാ ദിവസവും എണീക്കുന്നത് തന്നെ ജീവനോടെ ആയിരിക്കും എന്നുള്ളൊരു ചെറിയ സംശയത്തോടെയായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. പക്ഷേ 23-ാമത്തെ വയസ്സിലെന്ന് പറയുന്നത് ഞാൻ ഇത്രമാത്രം സ്ട്രോങ്ങും അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ദിവസം അവിടുന്ന് അങ്ങ് ഇറങ്ങി വന്നതാണ്. ഇപ്പോൾ ഞാൻ ഒറ്റക്കാണ് എന്നുള്ള കാര്യം ഈ ചന്ദ്രശേഖരനോട് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രശേഖരന് ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അവരുടെ ആ സ്റ്റോറിയും കേട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സേറ മെല്ലെ അവളുടെ കൈ എടുത്തിട്ട് ചന്ദ്രശേഖരൻ്റെ കൈയിൻ്റെ മേലെ അങ്ങ് വിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കണ്ടിട്ട് സേറയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് ചന്ദ്രശേഖരന്. ആ ഭാഗത്ത് എന്തായാലും എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നുണ്ട്. അപ്പം മിക്കവാറും നമ്മുടെ സേറ പണി തുടങ്ങിയിട്ടുണ്ട്. സേറയ്ക്ക് എന്തൊക്കെയോ പിറകിൽ ലക്ഷ്യങ്ങളുണ്ട്. ചന്ദ്രശേഖരനെ തകർക്കാനുള്ള ലക്ഷ്യങ്ങളാണോ അവരുടെ ഫാമിലി തകർക്കാനുള്ള ലക്ഷ്യങ്ങളാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം ഓക്കെ, ബൈ ഓൾ.